Exercise question number 1, page number 179. Chitra Shradhikya. In the picture, a triangle is formed by two mutually perpendicular tangents to a circle and a third tangent. Prove that the perimeter of the triangle is equal to the diameter of the circle. ഒരു വൃത്തത്തിലെ പരസ്പരം ലംബമായ രണ്ട് തൊടുവരകളും മറ്റൊരു തൊടുവരയും ചേർന്ന് ഒരു ത്രികോണം ഉണ്ടാക്കി. ത്രികോണത്തിന്റെ ചുറ്റളവ് വൃത്തത്തിന്റെ വ്യാസത്തിന് തുല്യമാണെന്ന് തെളിയിക്കും. ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് അതായത് 90 ഡിഗ്രി വരുന്ന രണ്ട് ടാൻജന്റുകൾ ഉണ്ട് ആണല്ലോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പോയിന്റിന് പി എന്ന് പേര് കൊടുക്കാം. സോ ഇത് പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഇതും പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പൊ പിയിൽ നിന്നുള്ള രണ്ട് ടാൻജന്റുകളാണ് പി എ പി ബി. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം പി എ ആൻഡ് പി ബി ആർ ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ടാൻജന്റ്സ്. കണ്ടോ, 90 ഡിഗ്രിയാണ്. അപ്പൊ അത് ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ടാൻജന്റ്സ്. അപ്പം ഒരു പോയിന്റിൽ നിന്നുള്ള രണ്ട് തൊടുവരകളാണ്. അപ്പൊ അവയുടെ നീളം എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് എന്തെഴുതാം? പി എ ഈക്വൽ ടു പി ബി. ഇതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയ ആദ്യത്തെ റിസൾട്ട്. ഓക്കെ, പിന്നെന്താ തന്നിരിക്കുന്നത്? വേറൊരു ടാൻജന്റിനെയും കൂടെ തന്നിട്ടുണ്ട്. മനസ്സിലായോ? ഇതൊരു ടാൻജന്റാണ്, വേറൊരു ടാൻജന്റാണ്. ഈ പോയിന്റിന് നമുക്ക് എം എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ടാൻജന്റ് നമ്മൾ ആദ്യം വരച്ചിരിക്കുന്ന മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയ രണ്ട് ടാൻജന്റ്സിനെയും ടച്ച് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിന് നമുക്ക് വേറെ പേര് കൊടുക്കാം, എസ് ക്യൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ കാണുന്നത്? എസ് ക്യൂ ഈസ് എ അനദർ ടാൻജന്റ് അല്ലെ. എസ് ക്യൂ ഈസ് ദ തേർഡ് ടാൻജന്റ് എന്ന് എഴുതുക, മൂന്നാമത്തെ തൊടുവര, തേർഡ് ടാൻജന്റ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പറഞ്ഞ പോയിന്റ് വൃത്തത്തിന് പുറത്താണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുന്ന സർക്കിളിന്റെ പുറത്തെ പോയിന്റ്സ് ആണ് എടുക്കേണ്ടത്. അപ്പൊ സർക്കിളിന്റെ പുറത്തൊരു പോയിന്റ് ആദ്യം കണ്ടു പി, അവിടെ നിന്നുള്ള ടാൻജന്റുകൾ പി എയും പി ബിയും അത് ഈക്വൽ ആണ്. സർക്കിളിന്റെ പുറത്തുള്ള രണ്ടാമത്തെ പോയിന്റ് ഇപ്പൊ നമുക്കിവിടെ കിട്ടി എസ്. എസിൽ നിന്നുള്ള ടാൻജന്റുകൾ ഏതൊക്കെയാണ്? എസ് എയും എസ് എമ്മും. അപ്പൊ അത് രണ്ട് ഈക്വൽ ആയിരിക്കില്ലേ? ഓക്കെ, അപ്പൊ നമുക്കത് എഴുതാം. എസ് എ ആൻഡ് എസ് എം ആർ ടു ടാൻജന്റ്സ് ഫ്രം എസ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ രണ്ടിന്റെ ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എസ് എ ഇസ് ഈക്വൽ ടു എസ് എം. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റ്സ് ആണ് നമ്മൾ നോക്കിയത്. ആദ്യം ഒരു പോയിന്റ് കണ്ടു പി ആണെന്ന്. അപ്പൊ നമ്മൾ പി എ ഈക്വൽ ടു പി ബി. രണ്ടാമത്തെ പോയിന്റ് കിട്ടി എസ്, എസ് എ ഈക്വൽ ടു എസ് എം. ഇനി ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ സർക്കിളിന്റെ പുറത്ത്? യെസ്, ക്യൂ ഉണ്ട്. അപ്പൊ ക്യൂയിൽ നിന്നുള്ള ടാൻജന്റ്സ് ഏതൊക്കെയാണ്? ക്യൂ എമ്മും ക്യൂ ബി. അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്യൂ എം ആൻഡ് ക്യൂ ബി ആർ two tangents from Q. അപ്പൊ നമുക്ക് എന്തെഴുതാം? ക്യൂ എം ഇസ് ഈക്വൽ ടു ക്യൂ ബി. മൂന്ന് റിസൾട്ട് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. നമ്മളിപ്പോ എന്താ ചെയ്തതെന്ന് ഒന്നുകൂടെ പറയാം. സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റ്സിന് നമുക്ക് എല്ലാ പോയിന്റിനും പേര് കൊടുത്തു. പുറത്ത് 3 പോയിന്റ്സ് ആണ് നമ്മൾ കണ്ടെത്തിയത്. ഒന്ന് പി, ഒന്ന് എസ്, ഒന്ന് ക്യൂ. ഈ ഓരോ പോയിന്റിൽ നിന്നുള്ള ടാൻജന്റുകളുടെ ലെങ്ത് സെയിം ആയിരിക്കും. ആദ്യത്തെ പിയിൽ നിന്നുള്ള പോയിന്റ്സിലെ ടാൻജന്റ് പി എ പി ബി ഈക്വൽ ആണ്. എസിൽ നിന്നുള്ള ടാൻജന്റ്സ് എസ് എ എസ് എം ഈക്വൽ ആണ്. ക്യൂയിൽ നിന്നുള്ള ടാൻജന്റ്സ് ക്യൂ എം ക്യൂ ബി ഈക്വൽ ആണ്. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? എന്താ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. ഏതാണ് ട്രയാങ്കിൾ? പി ക്യൂ എസ്. ഇതാണ് ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ഡയമീറ്ററിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ടാൻജന്റ് ഉണ്ടല്ലോ. അപ്പൊ സെന്റർ, ഇവിടെ ഞാൻ സെന്റർ മാർക്ക് ചെയ്തു. ഈ ടാൻജന്റിന്റെ
പെർപെൻഡിക്കുലർ ആണ് എന്ത്? റേഡിയസ് ആണല്ലോ. ഇതും ടാൻജന്റ് ആണ്. ഇതിന് പെർപെൻഡിക്കുലർ ആണ് എന്ത്? റേഡിയസ്. ഒ ബി റേഡിയസ് ആണ്, ഒ എ റേഡിയസ് ആണ്. രണ്ട് റേഡിയസ് കൂടുമ്പോഴാണ് ഡയമീറ്റർ വ്യാസം കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒ എ പ്ലസ് ഒ ബി ആണ് ഡയമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ഒ ബി is equal to OA, radii of the same circle. ഒരു കാര്യം കൂടി എഴുതണം. OB perpendicular to PB, അതേപോലെ OA perpendicular to P. റീസൺ എന്താണ്? ആംഗിൾ ഓർ ആംഗിൾ അല്ല, നമ്മൾ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ 90 ഡിഗ്രിയാണ്. ടാൻജൻസ് ആൻഡ് റേഡിയസ് ആർ പെർപെൻഡിക്കുലർ. നമുക്ക് ഒ ബി ഒ എ ഈക്വൽ ആണ്, റേഡിയസ് ആണ്. ഇത് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും എന്താണ്? 90 ഡിഗ്രി. ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പി ബി ഒ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം ഒ ബി പ്ലസ് ഒ എ ആണ് ഡയമീറ്റർ. അത് പി ബി പ്ലസ് പി എയും എന്ത് തന്നെയാണ്? ഡയമീറ്റർ എന്ന് എഴുതിക്കൂടെ? ഈ രണ്ട് ഒരു സ്ക്വയറിന്റെ ഏതെങ്കിലും രണ്ട് വശങ്ങൾ ചേരുമ്പോൾ അത് ഡയമീറ്റർ ആകുന്നു. ഓക്കെ, ഒ എ റേഡിയസ് ആണ്, ഒ ബി റേഡിയസ് ആണ്. ഒ എയും ഒ ബിയും കൂടെ കൂട്ടുന്നതാണ് ഡയമീറ്ററിന്റെ ലെങ്ത്. ഓക്കെ, ഒ എ പ്ലസ് ഒ ബി ഈസ് ദ ഡയമീറ്റർ. ഇതാണ് ഡയമീറ്റർ. നമ്മൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെയുള്ള ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ഒ എക്ക് ഈക്വൽ ആണ്, ഒ എക്കും ഒ ബിക്കും ഈക്വൽ ആണ് ഈ രണ്ട് സൈഡും. നമുക്ക് എഴുതാം ഒ ബി പി എ ഈസ് എ സ്ക്വയർ. Therefore, OA is equal to OB is equal to PA is equal to PB. This implies OA plus OB എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്? PA plus PBക്ക് ഈക്വൽ ആണ്. അപ്പൊ OA plus OB ഡയമീറ്റർ ആണെങ്കിൽ PA plus PB എന്ത് തന്നെയാണ്? ഡയമീറ്റർ തന്നെയാണ്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് PA plus PB എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ചുറ്റളവാണെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാം. PA plus PB. ഓക്കെ, PA plus PB. PA എന്ന് പറയുന്നത് എന്താ? PS plus SA ആണ്. പ്ലസ് PB എന്ന് പറയുന്നത് എന്താ? PQ plus QB ആണ്. അടുത്തതായിട്ട് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ട്രയാങ്കിൾ ആണ് ആവശ്യം. SA ആവശ്യമില്ല, കാരണം ട്രയാങ്കിളിന്റെ ഭാഗമല്ല SA. പക്ഷെ SA എന്തിന് ഈക്വൽ ആണ്? SM ഈക്വൽ ആണ്. അപ്പോൾ SAക്ക് പകരം എന്തെഴുതാം? SM എഴുതാം. PS പ്ലസ് SM. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ PA എടുത്തു, PS പ്ലസ് SA എന്നതിനെ എഴുതി. PS പ്ലസ് SA എന്തിന് തുല്യമാണ്? SM തുല്യമാണ്. കാരണം SL നിന്നുള്ള ടാൻജൻസ് ആണ്. SAയും SM ഈക്വൽ ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ PS പ്ലസ് SM പ്ലസ് അടുത്ത് നോക്ക്, PBനെ എങ്ങനെ എഴുതി? PQ പ്ലസ് QB. QB നമ്മളെ ട്രയാങ്കിളിന്റെ ഭാഗമല്ല, പക്ഷെ QBക്ക് പകരം എന്തെഴുതാം? QM എഴുതാം. സോ നമുക്ക് PQ പ്ലസ് QM. ഓക്കെ, ഇനി നോക്കാം. PS പ്ലസ് SM പ്ലസ് PQ പ്ലസ് QM എന്ന് പറയുമ്പോൾ ഈ ട്രയാങ്കിള് മൊത്തം കിട്ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PSQ. അതെന്തിന് ഈക്വലന്റ് ആണ്? PA പ്ലസ് PB. PA പ്ലസ് PB ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PSQ
Therefore, നമുക്ക് എന്തെഴുതാം? Perimeter of triangle is equal to the diameter of the circle. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. നമ്മൾ ആദ്യം 3 പോയിന്റ്സ് എടുത്തു, അതിൽ നിന്നുള്ള ടാൻജൻസ് എല്ലാം ഈക്വൽ ആണെന്ന് എഴുതി. പിന്നെ നമുക്ക് ഡയമീറ്ററുമായിട്ട് കണക്ട് ചെയ്യണം. ഡയമീറ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് റേഡിയസ് വേണം. 2 രീതിയിൽ റേഡിയസ് വരച്ചു. 2 റേഡിയസ് കൂട്ടുമ്പോഴാണ് ഡയമീറ്റർ. OAക്കും OBക്കും തുല്യമാണ് PAയും PBയും. സോ OA പ്ലസ് OB എന്നുള്ളതിന് ഈക്വൽ ആണ് PA പ്ലസ് PB ഡയമീറ്റർ. PA പ്ലസ് PB നമ്മൾ പ്രൂവ് ചെയ്യുന്നു. PA എന്ന് പറഞ്ഞാൽ PS പ്ലസ് SA ആണ്. ദാറ്റ് ഇസ് PS പ്ലസ് SM. PB എന്ന് പറഞ്ഞാൽ PQ പ്ലസ് QB ആണ്. ദാറ്റ് ഇസ് PQ പ്ലസ് QM. അപ്പോൾ PA പ്ലസ് PB ഇത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ട്രയാങ്കിളിന്റെ ചുറ്റളവ് കിട്ടും. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 2 പേജ് നമ്പർ 179. ചിത്രം ശ്രദ്ധിക്കുക. The picture shows a triangle formed by 3 tangents to a circle. Calculate the length of each tangent from the corner of the triangle to the point of contact. ഒരു വൃത്തത്തിലെ 3 തൊടുവരകൾ ചേർന്ന ത്രികോണമാണ് ചിത്രത്തിൽ കാണുന്നത്. ഓരോ മൂലയിൽ നിന്നും തൊടുന്ന ബിന്ദു വരെയുള്ള തൊടുവരകളുടെ നീളം കണക്കാക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ സർക്കിളിനെ ടച്ച് ചെയ്തുകൊണ്ട് 3 ടാൻജൻസ് തൊടുവരകളുണ്ട്. ഒന്നിന്റെ ലെങ്ത് 4 സെന്റിമീറ്റർ ആണ്, രണ്ടാമത്തത് 7 സെന്റിമീറ്റർ, മൂന്നാമത്തെ 5 സെന്റിമീറ്റർ. ഈ ട്രയാങ്കിളിന്റെ 3 വേർട്ടീസസ് നമുക്ക് പേര് കൊടുക്കാം. ഒന്നിന് A, B, C. സോ A, B, C എന്നീ 3 പോയിന്റ്സ് ട്രയാങ്കിളിന്റെ പുറത്തുള്ള പോയിന്റ്സ് ആണ്. എയിൽ നിന്നുള്ള ടാൻജൻസ് നമുക്ക് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിന് P എന്ന് പേര് കൊടുക്കാം, ഇതിന് Q എന്ന് കൊടുക്കാം, ഇതിന് R എന്ന് കൊടുക്കാം. സോ എയിൽ നിന്നുള്ള ടാൻജൻസ് AP, AR, അതിന്റെ ലെങ്ത് സെയിം ആയിരിക്കും. ബിയിൽ നിന്നുള്ള ടാൻജൻസ് BQ, BP, അതിന്റെ ലെങ്ത്തും സെയിം ആയിരിക്കും. സി എന്ന പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് CR ആൻഡ് CQ, അവയുടെ ലെങ്ത്തും സെയിം ആയിരിക്കും. നമുക്കറിയാം, ബിയിൽ നിന്നുള്ള ഒരു ടാൻജന്റ് BQവും സിയിൽ നിന്നുള്ള ഒരു ടാൻജന്റ് CQവും കൂടെ കൂട്ടിയാൽ 7 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും APയും PBയും കൂട്ടിയാൽ 4 സെന്റിമീറ്റർ, റൈറ്റ് സൈഡിൽ ARഉം RCയും കൂട്ടിയാൽ 5 സെന്റിമീറ്റർ. കണ്ടുപിടിക്കേണ്ടത് ഓരോ വേർട്ടെക്സിൽ നിന്നും, ഓരോ മൂലയിൽ നിന്നും തൊടുന്ന ബിന്ദു, പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരെയുള്ള തൊടുവരകളുടെ നീളമാണ്. ദാറ്റ് മീൻസ് APയും ARഉം എത്രയാന്ന് കാണണം, BPയും BQവും എത്രയാന്ന് കാണണം, CRഉം CQവും എത്രയാന്ന് കാണണം. അതിനു വേണ്ടിയിട്ട് ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഇതേ പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്യേണ്ട വേറൊരു മെത്തേഡും കൂടെ ഈ സെയിം പ്രോബ്ലം തന്നെ ഒരു തവണ കൂടി വർക്കൗട്ട് ചെയ്യുന്നുണ്ട് തുടർന്നുള്ള വീഡിയോസിൽ. ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് പഠിക്കുക. അതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രയാങ്കിൾ ABCന്റെ പെരിമീറ്റർ കാണും, ചുറ്റളവ് കാണും. ഓക്കെ, അതായത് AB പ്ലസ് BC പ്ലസ് AC. ABയുടെ ലെങ്ത് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നത് 4 ആണ്, BCയുടെ ലെങ്ത് തന്നിരിക്കുന്നത് 7 ആണ്, ACയുടെ ലെങ്ത് തന്നിരിക്കുന്നത് 5 ആണ്. ഇത് 3ഉം കൂട്ടിയാൽ 4ഉം 7ഉം 11ഉം 5ഉം 16 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ AP X ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ലെറ്റ് AP is equal to X. ഇത് എയിൽ നിന്നുള്ള ടാൻജൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ഹെഡിങ് ടാൻജൻസ് ഫ്രം ദ വേർട്ടെക്സ് A. ഏതൊക്കെയാണ് എയിൽ നിന്നുള്ള ടാൻജൻസ്? APയും AR. നമുക്കത് എത്രയാന്ന് മെഷർമെന്റ് അറിയില്ല. ഓക്കെ, AP 4 സെന്റിമീറ്ററിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രമേ അറിയുള്ളൂ, അത് എത്രയാണെന്ന് അറിയില്ല. സോ നമ്മൾ APനെ X ആയിട്ട് എടുക്കുന്നു. AP X ആണെങ്കിൽ ARഉം എന്ത് തന്നെയാണ്? X തന്നെയാണ്. കാരണം A എന്ന പോയിന്റിൽ നിന്ന് ഉള്ള സർക്കിളിലേക്കുള്ള ടാൻജൻസിന്റെ ലെങ്ത് സെയിം ആണ്. Therefore AR is equal to X. റീസൺ എന്താ? ടാൻജൻസ് ഫ്രം A, ഒരു ബിന്ദുവിൽ നിന്നുള്ള തൊടുവരകളാണ്.
അപ്പൊ അവയുടെ നീളം എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇനി ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് 4 സെന്റിമീറ്റർ ആണ് ടോട്ടൽ. ഇത്രയും ഭാഗം എക്സ് ആണെങ്കിൽ ഇത്രയും ഭാഗം എത്രയായിരിക്കണം? 4 മൈനസ് എക്സ്. 4-ൽ നിന്ന് എക്സ് പോയി, അപ്പൊ 4 മൈനസ് എക്സ്. ഇത് 4 മൈനസ് എക്സ് ആണെങ്കിൽ ഇതും എത്ര തന്നെയാണ്? 4 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം therefore BP is equal to 4 minus x, BQ is equal to 4 minus x. Reason എന്താണ്? Tangents from B. നമുക്ക് ഹെഡിങ് കൊടുക്കാം, tangents from B. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇത് കിട്ടി, 4 മൈനസ് എക്സ് എന്ന്. അപ്പോൾ ക്യു സി എന്തായിരിക്കും? ടോട്ടൽ 7 ആണ്. 7-ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 4 മൈനസ് എക്സ് കുറയ്ക്കണം. ടോട്ടൽ 7 ഉണ്ട്, അതിൽ 4 മൈനസ് എക്സ് പോവാം. സോ 7-ൽ നിന്ന് 4 മൈനസ് എക്സ് കുറച്ചാൽ എന്താ കിട്ടുക? 7 മൈനസ് 4 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, മൈനസും മൈനസും വരുമ്പോൾ പ്ലസ് ആവും, പ്ലസ് എക്സ് ആവും. 7 മൈനസ് 4 എത്രയാണ്? 3 ആണ്. സോ 3 പ്ലസ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നോക്കിക്കോ, ഇവിടെ ടോട്ടൽ 5 ആണ്. 5-ൽ എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? 5 മൈനസ് എക്സ് ആണ്. പക്ഷെ നമുക്കറിയാം സിയിൽ നിന്നുള്ള ടാൻജൻസിന്റെ ലെങ്ത് സെയിം ആയിരിക്കണം. ഇവിടെ 5 മൈനസ് എക്സ്, ഇവിടെ 3 പ്ലസ് എക്സ്, രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ഈ രീതിയിൽ ചെയ്യാം. ഇവിടെ നമുക്ക് വരുമ്പോൾ therefore QC for CQ എന്ന് കൊടുക്കാം. CQ നമുക്ക് കിട്ടും 7 മൈനസ് 4 മൈനസ് എക്സ് ചെയ്യുമ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചു 3 പ്ലസ് എക്സ് ആണ് വരിക. CR വരുന്നത് 5 മൈനസ് എക്സ് ആണ്. പക്ഷെ ഈ CQയും CRും സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് ആണ്. അപ്പൊ അതിന്റെ ലെങ്ത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ, നമുക്ക് എഴുതാം ബട്ട് CQ and CR are tangents from C. CQ CRും C എന്ന ബിന്ദുവിൽ നിന്നുള്ള തൊടുവരകളാണ്. അപ്പൊ അതിന്റെ ലെങ്ത് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. Therefore CQ is equal to CR. നമ്മൾ CQ കണ്ടെത്തിയിരിക്കുന്നത് 3 പ്ലസ് എക്സ് എന്നാണ്. CR കണ്ടെത്തിയിരിക്കുന്നത് 5 മൈനസ് എക്സ് എന്നാണ്. ഇവിടെ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ എക്സ് ഉള്ള ടേംസുകളെ നമ്മൾ ഒരു സൈഡിൽ വെക്കുന്നു, അല്ലാത്തതിനൊക്കെ റൈറ്റ് സൈഡിൽ വെക്കുന്നു. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി എക്സിന്റെ ടേം ഉണ്ട്, അത് ആദ്യം എഴുതുന്നു. റൈറ്റ് സൈഡിലുള്ള എക്സിന്റെ ടേമിനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ മൈനസ് എക്സ് ആണ് വലതുവശത്തുള്ളത്, അതിനെ നമ്മൾ ഇടതുവശത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? പ്ലസ് എക്സ് ആവും. ഇനി വലതുവശത്ത് ഓൾറെഡി 5 ഉണ്ട്, ഈ 3 വലത്തോട്ടേക്ക് പോകുമ്പോൾ മൈനസ് 3 ആവും. അപ്പൊ എക്സും എക്സും കൂട്ടിയാൽ എത്രയാണ്? 2x സമം 5 മൈനസ് 3 2. Therefore x എന്താണ്? 2/2. എത്രയാ? 1. എക്സിന്റെ ലെങ്ത് കിട്ടി, x ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് AP x ആണ്. സോ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 ആണ്. സോ APയുടെ ലെങ്ത് എത്രയാണ്? 1. ARും എത്ര തന്നെയാണ്? 1. നമുക്ക് എഴുതാം therefore tangents, length of tangents from എയിൽ നിന്നുള്ള തൊടുവരകളുടെ നീളം എത്രയാ വരിക? AP is equal to AR is equal to 1. ഓക്കെ, മറ്റുള്ള യൂണിറ്റ്സ് ഒക്കെ സെന്റിമീറ്ററിൽ തന്നതുകൊണ്ട് ഇതും സെന്റിമീറ്റർ ആണ്. ഇനി ലെങ്ത് ഓഫ് ടാൻജൻസ് ഫ്രം ബി. ബി എന്ന ബിന്ദുവിൽ നിന്നുള്ള തൊടുവരകളുടെ നീളം. അപ്പൊ ബി എന്ന പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് ഏതൊക്കെയാണ്? BPയും BQ. BPയുടെയും BQയുടെയും ലെങ്ത് സെയിം ആയിരിക്കും. അത് എത്രയാണ്? ഏതെങ്കിലും ഒന്നിൽ കൊടുത്താൽ മതി. 4 മൈനസ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു നമ്മൾ, 1 ആണ്. അപ്പൊ 4 മൈനസ് 1, 4 മൈനസ് 1 3. സോ 3 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി മൂന്നാമത്തത് ലെങ്ത് ഓഫ് ടാൻജൻസ് ഫ്രം സി.
സിയിൽ നിന്നുള്ള, അപ്പൊ ഏതെങ്കിലും ഒന്നെടുത്താൽ മതി. ഒന്നുകിൽ 5 - xൽ കൊടുക്കുക, അല്ലെങ്കിൽ 3 + xൽ കൊടുക്കുക. രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് CQ is equal to CR is equal to 3 + 1 4 ആണ്. 5 - 1 4 ആണ്. അപ്പൊ എത്രയാണ്? 4 സെന്റിമീറ്റർ. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 4 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ തരും. എന്ത് ചെയ്യുക? ഒന്നിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നുള്ള ടാൻജന്റിന്, ഒരു ടാൻജന്റിന് എക്സ് കൊടുക്കുക. അപ്പോൾ അതിന്റെ മറ്റേ ടാൻജന്റിന്റെ നീളവും എക്സ് തന്നെയായിരിക്കും. ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ആ എക്സ് കുറച്ചിട്ടുള്ളത് അടുത്തതിന് എഴുതുക. ഓക്കെ, ഒരു പോയിന്റിൽ മാത്രം നിങ്ങൾക്ക് 2 വാല്യൂസ് ഡിഫറെന്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അത് രണ്ടും ഇക്വേറ്റ് ചെയ്തിട്ട്, കാരണം ആ ഒരു പോയിന്റിൽ നിന്നുള്ള ടാൻജൻസിന്റെ ലെങ്ത് സെയിം ആണ്, അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാ ടാൻജന്റിന്റെയും ലെങ്ത് എഴുതാൻ പറ്റും. ഇനി അഥവാ നിങ്ങൾ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടെ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ, അതായത് x + 4 - x + 4 - x + 3 + x + 5 - x + x എല്ലാ വശങ്ങളും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? പെരിമീറ്റർ 16 കിട്ടണം. ആ രീതിയിൽ ചെയ്യുമ്പോഴും നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പത്തിൽ, കാൽക്കുലേഷൻ കുറച്ചും കൂടെ ഈസി. ഇതേ പ്രോബ്ലം വേറൊരു മെത്തേഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ഞാൻ പറയാം. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്ത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡിൽ മാത്രം പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 3-1 പേജ് നമ്പർ 180. ചിത്രം ശ്രദ്ധിക്കുക. ഒരു വലിയ സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു ചെറിയ സർക്കിൾ തന്നിട്ടുണ്ട്. അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു വര തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു വര വലിയ സർക്കിളിലെ ഒരു പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്, ചെറിയ സർക്കിളിന്റെ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ ആ വര എന്ന് പറയുന്നത് 2 സർക്കിളിന്റെയും ടാൻജന്റ് ആണ്. ഇൻ ദ പിക്ചർ 2 circles touch at a point and a common tangent at this point is drawn. Prove that this tangent bisects another common tangent of these circles. ചിത്രത്തിൽ ഒരു ബിന്ദുവിൽ തൊടുന്ന 2 വൃത്തങ്ങൾക്ക് ആ ബിന്ദുവിലൂടെയുള്ള പൊതുവായ തൊടുവര വരച്ചിരിക്കുന്നു. ഇനി ഈ ചിത്രമാണ് നോക്കേണ്ടത്. ഈ വൃത്തങ്ങൾക്ക് പൊതുവായ മറ്റൊരു തൊടുവരയെ ആദ്യത്തെ തൊടുവര സമഭാഗം ചെയ്യുമെന്ന് തെളിയിക്കും. ഓക്കെ, നമുക്കപ്പോൾ 2 ടാൻജൻസ് ഉണ്ട്. രണ്ടും ഈ 2 സർക്കിൾസിനും കോമൺ ആയിട്ടുള്ള ടാൻജൻസ് ആണ്. നമുക്കതിന് പേര് കൊടുക്കാം. നമുക്ക് പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ആദ്യം തന്നിരിക്കുന്ന കോമൺ ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് രണ്ടിലും ഒരേ പോയിന്റ് ആണ്. അതിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, മറ്റേ പോയിന്റിന് നമുക്കിതിങ്ങനെ നീട്ടി വരയ്ക്കുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അതിന് നമുക്ക് ബി എന്ന് പേര് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ടാൻജന്റിൽ, അതിൽ വലിയ സർക്കിളുകൾ, അത് കോമൺ ടാൻജന്റ് ആണ്. അതിൽ പക്ഷെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പം വലിയ സർക്കിളിലെ പോയിന്റ് ഓഫ് കോണ്ടാക്ടിന് സി എന്ന് പേര് കൊടുക്കാം. ചെറിയ സർക്കിളിലെ പോയിന്റ് ഓഫ് കോണ്ടാക്ടിന് ഡി എന്ന് പേര് കൊടുക്കാം. ഈ 2 ടാൻജന്റും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത്, കൂട്ടിമുട്ടുന്ന ബിന്ദു. അതിന് നമുക്ക് എം എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് AB and CD are the common tangent of 2 circles. ABയും CDയും 2 വൃത്തങ്ങളുടെ പൊതുവായ തൊടുവരകളാണ്. പിന്നെയോ M is a point of intersection of 2 common tangents AB and CD. M എന്ന ബിന്ദു ഈ പൊതുവായ തൊടുവരകളുടെ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ്. ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ഗിവൺ AB and CD are the common tangents of 2 given circles. തന്നിരിക്കുന്ന 2 വൃത്തങ്ങളുടെ പൊതുവായ തൊടുവരകളാണ് എ ബിയും സി ഡി. അതുപോലെ തന്നെ എം ഈസ് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, കൂട്ടിമുട്ടുന്ന ബിന്ദു. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എ ബി ആൻഡ് സി ഡി. എ ബിയുടെയും സി ഡിയുടെയും എ ബിയും സി ഡിയും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് എം. നമുക്കിനി ഇവിടെ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ
ടാൻജന്റ് എ ബി. ഈ വൃത്തങ്ങൾക്ക് പൊതുവായ മറ്റൊരു തൊടുവരയെ ആദ്യത്തെ തൊടുവര. സോ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ടാൻജന്റ് എന്ന് പറയുന്നത് എ ബി ആണ്. അത് രണ്ടാമത് തന്നിരിക്കുന്ന ടാൻജന്റ് സി ഡിനെ സമഭാഗം ചെയ്യുമെന്നാണ് തെളിയിക്കേണ്ടത്. ബൈസെക്ട് ചെയ്യുമെന്ന് തെളിയിക്കണം. ദാറ്റ് മീൻസ് ഈ എ ബി ഇതിനെ ഭാഗിക്കുന്നു ഈക്വലായിട്ട് എന്ന് പറഞ്ഞാൽ സി എം ഇസ് ഈക്വൽ ടു എം ഡി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. സി എം ഈക്വൽ ടു എം ഡി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ടു പ്രൂവ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ ബി ബൈസെക്ട്സ് സി ഡി. ദാറ്റ് ഈസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? സി എം ഓർ എം സി ഇസ് ഈക്വൽ ടു എം ഡി എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എപ്പോഴും നോക്കുക, സർക്കിളിൻ്റെ പുറത്തുള്ള പോയിന്റിലേക്കാണ്. നമുക്കറിയാം വലിയ സർക്കിൾ നോക്കുക. ഈ വലിയ സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റ് ഏതാണ്? എം ആണ്. ഓക്കെ, എമ്മിൽ നിന്നുള്ള ടാൻജൻസ് ആണ് എം സിയും എം എയും. ഓക്കെ, അപ്പൊ അത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. അതേപോലെ എം എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ചെറിയ സർക്കിളിലേക്കും തൊടുവരയുണ്ട്. എം ഡിയും എം എയും അതിന്റെ ലെങ്ത് എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. എം ഇസ് എ പോയിന്റ് outside two circles. ഓക്കെ, രണ്ട് സർക്കിൾ ഉണ്ട്. രണ്ട് സർക്കിളിനെ സെപ്പറേറ്റ് നമുക്ക് എഴുതാം. ഇൻ ലാർജ് സർക്കിൾ, വലിയ വൃത്തത്തിൽ, ഇൻ ലാർജ് സർക്കിൾ എം സി ആൻഡ് എം എ ആണല്ലോ. വലിയ സർക്കിൾ നോക്കാം. എം എന്ന് പറഞ്ഞ പോയിന്റ് നിന്നുള്ള ടാൻജൻസ് ഏതൊക്കെയാണ്? എം സിയും എം എയും. എം സി ആൻഡ് എം എ ആർ two tangents from M to the large circle. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore MC is equal to ME. നമുക്കതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് മാറ്റിവെക്കാം. ഇനി നമുക്ക് ചെറിയ സർക്കിൾ എടുക്കാം. ഇൻ സ്മോൾ സർക്കിൾ, അവിടെ നമുക്ക് എമ്മിൽ നിന്ന് ടാൻജൻസ് കാണാം. നിങ്ങൾക്ക് ഏതൊക്കെയാണ്? എം ഡിയും എം എയും. ഓക്കെ, എം ഡി ആൻഡ് എം എ ആർ ടു ടാൻജൻസ് ഫ്രം എം ടു ദ സ്മോൾ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ അതും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ എം ഡി ഇസ് ഈക്വൽ ടു എം എ. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുക്കാം. ഇനി നിങ്ങൾ 1ഉം 2ഉം ഒന്ന് കമ്പയർ ചെയ്യും. വാട്ട് യു സി? രണ്ട് ഇക്വേഷന്റെയും റൈറ്റ് സൈഡിൽ എം എ തന്നെയാണ്. റൈറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. രണ്ട് ഇക്വേഷൻസിന്റെ റൈറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡ്സും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഫ്രം 1 and 2 എം സി ഇസ് ഈക്വൽ ടു എം ഡി. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. ദാറ്റ് ഈസ് ടാൻജന്റ് എ ബി എം സി ഈക്വൽ ടു എം ഡി എന്ന് കാണിച്ചാൽ എന്താണ് അർത്ഥം? ടാൻജന്റ് എ ബി ബൈസെക്ട്സ് ടാൻജന്റ് സി ഡി. തൊടുവര എ ബി തൊടുവര സി ഡിയെ സമഭാഗം ചെയ്യും. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 3-2 പേജ് നമ്പർ 180. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിന്റെ കണ്ടിന്യൂഷൻ ആണിത്. ചിത്രം ശ്രദ്ധിക്കുക. പ്രൂവ് ദാറ്റ് ദ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദീസ് ടു ടാൻജൻസ് ഫോം ദ വെർട്ടീസസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. ഈ രണ്ട് തൊടുവരകളും വൃത്തങ്ങളെ തൊടുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ ലഭിക്കുന്ന ത്രികോണം മട്ടത്രികോണമാണെന്ന് തെളിയിക്കുക. നമുക്ക് ഉണ്ടായിരുന്ന രണ്ട് കോമൺ ടാൻജൻസ്, ഇതിന് നമ്മൾ എ എന്ന് പേര് കൊടുത്തിരുന്നു, എ ബി. പിന്നെ തന്നിരിക്കുന്ന കോമൺ ടാൻജന്റ് സി ഡി. ഓക്കെ, അപ്പോൾ ഈ കോമൺ ടാൻജൻസിന്റെ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് എ ബിയുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എ ആണ്, സി ഡിയുടെ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ആണ്. കാരണം സിയും ഡിയിലും ഈ ടാൻജന്റിന്റെ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് രണ്ട് സർക്കിളിലും വ്യത്യസ്തമാണ്. ഒന്നിൽ സിയും രണ്ടാമത്തേൽ ഡിയും. എന്നാൽ എ ബി എന്ന് പറഞ്ഞ ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് രണ്ട് സർക്കിളിലും ഒന്ന് തന്നെയാണ് എ.
അപ്പോൾ ഈ 3 പോയിന്റ്സ് ഓഫ് കോണ്ടാക്റ്റും ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം, ഒരു മട്ടത്രികോണം ലഭിക്കുമെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു ട്രയാങ്കിൾ മട്ടത്രികോണമാണ് അഥവാ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുക? ഏതെങ്കിലും ഒരു ആംഗിള് 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി, ആണല്ലോ. അപ്പൊ നമുക്കിവിടെ 2 ടാൻജൻസ് തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ ACD ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 2 ടാൻജൻസും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് നമുക്ക് M എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. ഗിവൺ AB and CD are 2 common tangents. Two circles. 2 സർക്കിളിലേക്കുള്ള 2 വൃത്തങ്ങളിലേക്കുള്ള പൊതുവായ തൊടുവരകളാണ് AB യും CD. ഇനി അതിന്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ, അത് 2 കൂട്ടിമുട്ടുന്ന ബിന്ദുവിന് നമ്മൾ M എന്ന് പേര് കൊടുത്തു. M is the point of intersection of AB and CD. എക്സാമിന് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊന്നും സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് എഴുതി തരുന്നത്. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ആൻസറിലേക്ക് ഡയറക്റ്റ് എത്തേണ്ടത് എന്താണോ M എന്നൊക്കെ ഫിഗറിൽ മാത്രം മാർക്ക് ചെയ്താൽ മതി. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തേണ്ട സ്റ്റെപ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ M എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തപ്പോൾ അത് ആ 2 സർക്കിളിന്റെയും പുറത്തുള്ള പോയിന്റ് ആണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ എമ്മിൽ നിന്ന് വലിയ സർക്കിളിലേക്കുള്ള ടാൻജൻസ് ഏതൊക്കെയാണ്? MC യും MA യും. M എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ചെറിയ സർക്കിളിലേക്കുള്ള ടാൻജൻസ് ഏതൊക്കെയാണ്? MA യും MD യും. ഓക്കെ, അപ്പൊ നമുക്കത് എഴുതാം. MC and MA are 2 tangents from M to large circle. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം therefore അത് രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്കുള്ള ടാൻജൻസിന്റെ ഒക്കെ ലെങ്ത് സെയിം ആണ്. therefore MC is equal to MA. അതേപോലെ തന്നെ നമുക്ക് എഴുതാം MD and MA are 2 tangents from M to small circle. അങ്ങനെയാണെങ്കിൽ അവയുടെ ലെങ്ത് എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. MD is equal to MA. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കിനി ആംഗിളിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി 2 ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒന്ന് CMA എന്ന ട്രയാങ്കിൾ എടുക്കുന്നു, രണ്ടാമത്തത് AMD എന്ന ട്രയാങ്കിൾ എടുക്കുന്നു. ഓക്കെ, അപ്പൊ ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കാം. കൺസിഡർ ട്രയാങ്കിൾ CMA or MC. MCA. ഈ ട്രയാങ്കിളില് 2 സൈഡ് ഈക്വൽ ആണ്. 2 സൈഡ് ഈക്വൽ ആയ ട്രയാങ്കിളിന് നമ്മൾ പറയുന്നത് ഐസോസെൽസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണം എന്നാണ്. അപ്പൊ 2 സൈഡിന് ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ആ ട്രയാങ്കിളില് ഞാൻ ഒരു ആംഗിളിന് X എന്ന് കൊടുക്കുന്നു. അപ്പോൾ മറ്റേ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? X തന്നെ ആയിരിക്കും. ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ MCA. MC is equal to MA. Therefore, angle MCA is equal to angle MAC. That is equal to X degree എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത ട്രയാങ്കിൾ ഏതാണ്? MDA. അടുത്ത ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ MDA. അപ്പോൾ ഈ ട്രയാങ്കിളിലും MDA എന്ന ട്രയാങ്കിളിലും നമുക്ക് കണ്ടിരുന്നു MD is equal to MA because MD and MA are tangents from M to the small circle. ചെറിയ വൃത്തത്തിലേക്ക് M എന്ന ബിന്ദുവിലേക്കുള്ള തൊടുവരകളാണ് MD MA. അപ്പൊ അത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. MD is equal to MA ആണ്.
എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾ തന്നെയാണ്? ഐസോസെൽസ് ട്രയാങ്കിൾ ആണ്, സമപാർശ്വ ത്രികോണമാണ്. രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ ഇതിനെ ഞാൻ y എന്നെടുക്കുന്നു. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? y ആയിരിക്കും. ഓക്കെ, നമുക്ക് എഴുതാം. Therefore, angle MAD equal to angle MDA is equal to y degree. അപ്പൊ നിങ്ങൾക്ക് കാണാം, നമ്മൾ ട്രയാങ്കിൾ ACD ആണ് കൺസിഡർ ചെയ്യുന്നത്. ട്രയാങ്കിൾ ACDയിൽ ആംഗിൾ A എന്ന് പറഞ്ഞാൽ x+y ആണ്, ആംഗിൾ C എന്ന് പറഞ്ഞാൽ x ആണ്, ആംഗിൾ D എന്ന് പറഞ്ഞാൽ y ആണ്. നമുക്കറിയാം ഒരു ട്രയാങ്കിൾ, ഈ വലിയ ട്രയാങ്കിൾ ആണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ട്രയാങ്കിളിലെ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടേണ്ടത്? 180 ഡിഗ്രിയാണ്. നമുക്ക് വലിയ ട്രയാങ്കിൾ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഏത് ട്രയാങ്കിൾ ആണോ ആ ട്രയാങ്കിൾ എടുക്കുന്നു. ട്രയാങ്കിൾ ACD, പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ജോയിൻ ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ. അത് A ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട്, C രണ്ടാമത്തെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, D മൂന്നാമത്തെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അത് മൂന്നും കൂട്ടുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിൾ ആണ് ട്രയാങ്കിൾ ACD. ആ ട്രയാങ്കിൾ നമ്മൾക്ക് അറിയാവുന്നത് ആംഗിൾ A എന്ന് പറയുന്നത് ഇത് മൊത്തത്തിലാണ്. ഇത്രയും x ഇത്രയും y ആകുമ്പോൾ മൊത്തത്തിൽ എത്രയാണ്? x+y. ആംഗിൾ C എന്ന് പറയുന്നത് x, ആംഗിൾ D എന്ന് പറയുന്നത് y. ഓക്കെ, അപ്പൊ ഇന്ന ട്രയാങ്കിൾ ഈ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ എന്തായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. ആംഗിൾ A പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. Therefore എക്ക് പകരം നമുക്ക് x+y എന്ന് കൊടുക്കാം, ആംഗിൾ സിക്ക് പകരം x കൊടുക്കാം, ആംഗിൾ ഡിക്ക് പകരം y കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ലൈക്ക് ടേംസ് ആഡ് ചെയ്യുക, എക്സും എക്സും ആഡ് ചെയ്യുമ്പോൾ 2x ആവും, പ്ലസ് വൈയും ആഡ് ചെയ്യുമ്പോൾ 2y ആവും. ദാറ്റ്സ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇവിടെ രണ്ടിടത്തും 2 ഉണ്ട്. 2വിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. സോ നമുക്ക് 2വിനെ പുറത്തേക്ക് എടുത്താൽ നമുക്ക് x+y എന്ന് എഴുതാം. 2 × x+y എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ x+y കാണാൻ നമുക്ക് x+y ഇസ് ഈക്വൽ ടു 2 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 180/2, 180ന്റെ പകുതി. 180ന്റെ പകുതി എത്രയാ കിട്ടുക? 90 ഡിഗ്രി. x+y ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. x+y എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിലെ ഒരു ആംഗിളുടെ മെഷറാണ്. അത് നമുക്ക് എത്ര കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. എന്ന് പറയുമ്പോൾ നമുക്ക് കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, x+y is equal to 90 degree. That is angle A in triangle ACD is 90 degree. ത്രികോണം ACDയിൽ കോൺ A 90 ഡിഗ്രിയാണ്. Therefore triangle ACD is a right triangle. സാധാരണ നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ വരുമ്പോൾ നടുവിൽ ഏത് ആംഗിൾ ആണോ 90 വരെ അത് നടുവിൽ എഴുതും. അപ്പൊ ACD എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റിയിട്ട് CAD എന്നോ എഴുതാം. ACD എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. സാധാരണ എഴുതുന്നത് 90 ഡിഗ്രി നടുവിലായിട്ടാണ് എഴുതാറ്. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു ഇത് 90 ഡിഗ്രി. ഇത് സാധാരണ എക്സാമിന് ഇതിനു മുമ്പും ചോദിച്ചിട്ടുള്ള ഒരു SSLC ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ക്വസ്റ്റ്യനും ഇതിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനും ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യനും. അപ്പൊ അത് 2-3 പ്രാവശ്യം എഴുതി പ്രാക്ടീസ് ചെയ്യും. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 3-3, പേജ് നമ്പർ 180. ചിത്രം ശ്രദ്ധിക്കുക. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ഓഫ് ദ സർക്കിൾസ്? വൃത്തങ്ങൾ തൊടുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്കിവിടെ കാണാം, ഇവിടെ 4 സർക്കിൾസ് ഉണ്ട്. 2 ഗ്രീൻ സർക്കിൾസും 2 ബ്ലൂ സർക്കിൾസും. ഗ്രീൻ സർക്കിൾസ് രണ്ടും ചെറുതാണ്, രണ്ടിനും ഒരേ റേഡിയസ് ആണ്. ബ്ലൂ സർക്കിൾസും 2 വലിയ സർക്കിൾസ് ആണ്, ഒരേ റേഡിയസിലുള്ളത്. അപ്പൊ നമുക്ക് ഈ സർക്കിൾസിന് ആദ്യം പേര് കൊടുക്കാം. ഇതിന് 1 എന്ന് പേര് കൊടുക്കാം, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, 1ഉം 2ഉം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് നമുക്ക് A എന്ന് പേര് കൊടുക്കാം. 2ഉം 3ഉം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് B കൊടുക്കാം. 3ഉം 4ഉം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് C, 4ഉം 1ഉം ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് D. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ 4 പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട്, അതായത് A എന്ന് പറയുന്ന
പോയിന്റ് ഒന്നാമത്തെയും രണ്ടാമത്തെയും സർക്കിളിന് കോമൺ ആയിട്ടുള്ള ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഈ അതേപോലെ തന്നെ ബിയിലും നിങ്ങൾക്ക് കാണാം, സിയിലും ഡിയിലും ഈ 4 പോയിന്റ്സും ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ചതുർഭുജം, ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുണ്ട്. ആ ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അത് ഏത് തരം ക്വാഡ്രിലാറ്ററൽ ആണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ സർക്കിൾ കൺസിഡർ ചെയ്യാം. സർക്കിൾ 1, ഫസ്റ്റ് സർക്കിൾ. ഓക്കെ, ഒന്നാമത്തെ സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ സർക്കിളിൽ നിങ്ങൾക്ക് കാണാം AD ഒരു കോഡാണ്, ഒരു ഞാണാണ്. ആ സർക്കിളിന്റെ പുറത്ത് നമുക്കൊരു പോയിന്റ് കാണാം, ഈ പോയിന്റ്. ആ പോയിന്റ് നമുക്ക് O എന്ന് പേര് കൊടുക്കാം. ആ ബിന്ദുവിൽ നിന്ന് ഒന്നാമത്തെ സർക്കിളിലേക്കുള്ള ടാൻജൻസ് ഏതൊക്കെയാണ്? OAയും ODയും. അത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം സർക്കിൾ 1 OA ആൻഡ് OD ആർ tangents to circle 1 from O. Therefore, OA is equal to OD. OAയുടെയും ODയുടെയും ലെങ്ത് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് സൈഡിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ് ഇത് രണ്ടും. ആണല്ലോ, അതിന് രണ്ടിന്റെ ആംഗിൾസും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം, അതിൽ എക്സ് എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? എക്സ്. ദെൻ ആംഗിൾ OAD is equal to ആംഗിൾ ODA is equal to എക്സ് ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിൾ OAD, ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം ട്രയാങ്കിൾ OAD ആണ് നമ്മൾ ഒന്നാമത്തെ സർക്കിളിൽ കൺസിഡർ ചെയ്യുന്നത്. OAD കാരണം OAയും ODയും ആ സർക്കിളിലേക്കുള്ള Oയിൽ നിന്നുള്ള ടാൻജൻസ് ആണ്. അപ്പൊ അവിടെ ഈ രണ്ട് ആംഗിളും എക്സ് ആണെങ്കിൽ O എന്ന ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ AOD എത്രയായിരിക്കും? ഈ ഒരു ട്രയാങ്കിളില് 3 ആംഗിൾസും കൂട്ടിയാൽ 180 കിട്ടണം. ആണല്ലോ, അപ്പൊ ഈ ആംഗിൾ എത്രയാന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180യിൽ നിന്ന് ഈ രണ്ട് ആംഗിൾസും കുറച്ച് കളഞ്ഞാൽ പോരെ? -x. അപ്പൊ എന്താ വരിക? 180 - x എന്താണ്? -2x ആണ്. അപ്പോൾ ആംഗിൾ AOD നമുക്ക് കിട്ടും 180 - 2x എന്ന്. ഞാൻ ഇവിടെ ഈ ആംഗിളാണ് കണ്ടുപിടിച്ചത്. 180 - 2x എന്ന് കിട്ടും. അപ്പൊ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളാണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. ഇത് എത്രയായിരിക്കും? 180 - 2x തന്നെയായിരിക്കും, കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Therefore, ആംഗിൾ BOC is equal to 180 - 2x. റീസൺ എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, ആ ആംഗിള് ഏത് ട്രയാങ്കിളിന്റെ ഭാഗമാണ്? BOCന്റെ. BOCനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സർക്കിൾ ഏതാണ്? തേർഡ് സർക്കിൾ ആണ്. അപ്പൊ നമുക്ക് തേർഡ് സർക്കിളിലേക്ക് പോകാം. സർക്കിൾ 1 കഴിഞ്ഞിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് സർക്കിൾ 3 ആണ്. സർക്കിൾ 3യില് ഇത് 180 - 2x ആണ്. ആംഗിൾ BOC is equal to 180 - 2x ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കണം? എക്സ് വീതം ആയിരിക്കണം. മനസ്സിലായോ? Therefore, ആംഗിൾ OBC equal to ആംഗിൾ OCB is equal to x ഡിഗ്രി. ഓക്കെ, അതായത് നമ്മൾ ഒന്നാമത്തെ സർക്കിളിൽ വരുന്ന ട്രയാങ്കിൾ കാണാം. നമ്മൾ എക്സ്റ്റേണൽ പോയിന്റും പോയിന്റ്സ് ഓഫ് കോണ്ടാക്റ്റും തമ്മിലുള്ള ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ ആംഗിൾസിന് തുല്യമാണ് മൂന്നാമത്തെ സർക്കിളിൽ വരുന്ന പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ജോയിൻ, എക്സ്റ്റേണൽ പോയിന്റും പോയിന്റ്സ് ഓഫ് കോണ്ടാക്റ്റും ജോയിൻ ചെയ്യുമ്പോൾ വരുന്ന ട്രയാങ്കിളിന്റെ ആംഗിൾസ്. ഇവിടെ XX 180 - 2x, ഇപ്പുറത്തും XX 180 - 2x. ഓക്കെ,
അപ്പൊ നമ്മൾ രണ്ട് സർക്കിളിന്റെയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞു. അതില് ആ രണ്ട് സർക്കിളിലും വരുന്ന ട്രയാങ്കിൾസ്, പുറത്ത് വരുന്ന ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് വലിയ സർക്കിളായ സർക്കിൾ 2 പോകാം. സർക്കിൾ 2, അവിടെ നമുക്ക് കാണാം എക്സ്റ്റേണൽ പോയിന്റ് O ആണ്. സോ അതിൽ നിന്നുള്ള ടാൻജൻസ്, സർക്കിൾ 2 ടാൻജൻസ് OAയും OBയുമാണ്. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, OA ആൻഡ് OB ആർ tangents from O to circle 2. അപ്പോൾ OAയും OBയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ OAയും OBയും സൈഡുകളായ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. AB കോഡും കൂടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കാണാം. ആ രണ്ട് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ആംഗിളിന് Y എന്ന് പേര് കൊടുക്കാം. ഇവിടെ എന്ത് വരും? Y. ഓക്കെ, therefore ആംഗിൾ OAB ഈക്വൽ ടു ആംഗിൾ OBA is equal to Y ഡിഗ്രി. ഇത് Y ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 180ൽ നിന്ന് ഈ 2 Yയും കുറച്ച് കളഞ്ഞാൽ മതി. therefore ആംഗിൾ AOB എന്ന് പറയുന്നത് എന്താ വരിക? 180 മൈനസ് Y മൈനസ് Y. ഈ ആംഗിളും കുറയ്ക്കും, ഈ ആംഗിളും കുറയ്ക്കും. എന്ത് വരും? 180 മൈനസ് 2Y എന്ന് വരും. ഇത് 180 മൈനസ് 2Y ആണെങ്കിൽ ഇപ്പുറത്തതും എന്ത് തന്നെയാണ്? 180 മൈനസ് 2 ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. therefore ആംഗിൾ COD that's equal to 180 മൈനസ് 2Y. റീസൺ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത് 180 മൈനസ് 2Y ആണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും എന്ത് വീതമായിരിക്കും? Y വീതമായിരിക്കും. അപ്പൊ അത് ഏത് സർക്കിളിലെയാണ്? സർക്കിൾ 4 അപ്പോൾ സർക്കിൾ 4 ആംഗിൾ COD is equal to 180 മൈനസ് 2Y. ആംഗിൾ CDO is equal to ആംഗിൾ DCO is equal to Y. ഓക്കെ, അപ്പൊ നമുക്ക് ക്വാഡ്രിലാറ്ററൽ ABCD കാര്യമാണ് അറിയേണ്ടത്. ക്വാഡ്രിലാറ്ററൽ ABCD നിങ്ങൾക്കറിയാം AX പ്ലസ് Y ആണ്, Bയും X പ്ലസ് Y ആണ്, Cയും X പ്ലസ് Y ആണ്, Dയും X പ്ലസ് Y ആണ്. അതായത് ഒരു ക്വാഡ്രിലാറ്ററിലെ 4 ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ അതെന്തായിരിക്കും? 4 ആംഗിൾസും ഈക്വൽ ആണ്. ക്വാഡ്രിലാറ്ററിന്റെ 4 ആംഗിൾസും കൂടെ കൂട്ടിയാൽ എത്ര വരണം? 360 വരണം. അങ്ങനെ വരുമ്പോൾ ഓരോ ആംഗിളും എന്തായിരിക്കണം? 90 ഡിഗ്രി വീതം ആയിരിക്കണം. അത് നമുക്ക് അല്ലാതെയും കണ്ടുപിടിക്കാം. ഈ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസ് കൂട്ടിയാൽ 360 ആണ് കിട്ടേണ്ടത്. ആ രീതിയിൽ നമുക്ക് X പ്ലസ് Y 90 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ചെയ്യാം. We know that sum of angles around a point is 360 degree. അപ്പൊ ഏതൊക്കെയാണത്? ഇവിടെ നമ്മൾ കണ്ടിരുന്നു ഇത് 180 മൈനസ് 2x ആണ്. ഇതും നമ്മൾ കണ്ടിരുന്നു, അത് പ്ലസ് 180 മൈനസ് 2y. ഇത് 180 മൈനസ് 2x, ഇത് 180 മൈനസ് 2y എന്ന് പറഞ്ഞ് ഇത്രയും കൂട്ടിയാൽ എത്രയാണ് വേണ്ടത്? 360 ആണ്. അപ്പൊ നമുക്കിത് കൂട്ടി നോക്കാം. 180 പ്ലസ് 180 പ്ലസ് 180 പ്ലസ് 180, 4 തവണ 180 കൂട്ടുമ്പോൾ 720 വരും. ഓക്കെ, ഇനി മൈനസ് 2x മൈനസ് 2x മൈനസ് 4x മൈനസ് 2y മൈനസ് 2y മൈനസ് 4y is equal to 360. അപ്പൊ ഞാൻ 360 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. എക്സിന്റെ വൈന്റെ ടേംസ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. സോ ഓൾറെഡി ലെഫ്റ്റ് സൈഡിൽ 720 ഉണ്ട്. ആ 360 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് 360 ആകും. മൈനസ് 4x റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് 4x ആവും. മൈനസ് 4y റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് 4y ആവും. 720 360 കുറച്ചാൽ 360. 4x പ്ലസ് 4y 4 കോമൺ ആണ്. 4 പുറത്തേക്ക് എടുത്താൽ x പ്ലസ് y വരും. അപ്പൊ 4 into x പ്ലസ് y 360 ആണെങ്കിൽ x പ്ലസ് y എത്രയാണ്? 360/4 ചെയ്യുമ്പോൾ നമുക്ക് 90 എന്ന് കിട്ടും.
എക്സ് പ്ലസ് വൈ 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിയിൽ എല്ലാ ആംഗിൾസും എന്താണ്? 90 ആണ്. Therefore, in quadrilateral ABCD, each angle is 90 degree. എല്ലാ ആംഗിളും 90 ഡിഗ്രി ആയ ക്വാഡ്രിലാറ്ററൽ ഏതൊക്കെയാണ്? സ്ക്വയറും ആവാം, റെക്ടാങ്കിളും ആവാം. അപ്പൊ ഇവിടെ ഇത് സ്ക്വയർ ആണോ അതോ റെക്ടാങ്കിൾ ആണോ? ഇത് സ്ക്വയർ അല്ല, കാരണം എ ഡിയുടെ ലെങ്ത് അല്ല എ ബിക്ക്. എന്നാൽ എ ബിയും സി ഡിയും സെയിം ആണ്, എ ഡിയും ബി സിയും സെയിം ആണ്. കാരണം ആംഗിൾസ് അല്ലെ, ഈ ആംഗിൾ ഈക്വൽ ആയിട്ട് വന്നു, ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്, മൂന്ന് ആംഗിൾസും ഈക്വൽ ആണ്. ഓക്കെ, രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ സൈഡും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് ഉള്ള 4 ആംഗിൾസും 90 ഡിഗ്രി വീതമായ ക്വാഡ്രിലാറ്ററൽ ആണ്. അതിന്റെ പേരെന്താണ്? റെക്ടാങ്കിൾ. ഓൾസോ എ ഡി ചിത്രം നോക്കി എഴുതണം. എ ഡി ഇസ് ഈക്വൽ ടു ബി സി, പിന്നെ എ ബി ഇസ് ഈക്വൽ ടു സി ഡി. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. Therefore, quadrilateral ABCD is a rectangle. നമ്മളോട് അത് ഏത് തരം ക്വാഡ്രിലാറ്ററൽ ആണെന്ന് ചോദിച്ചത്, നമ്മൾ പ്രൂവ് ചെയ്തു. ആ ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസും 90 ഡിഗ്രി വീതമാണ്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആണ്. സോ ആ ക്വാഡ്രിലാറ്ററൽ എന്ത് തരം ക്വാഡ്രിലാറ്ററൽ ആണ്? റെക്ടാങ്കിൾ ആണ്, ദീർഘചതുരമാണ്.